Today, our topic National Housing Bank. Next and last development banks at national level. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ കുറിച്ചിട്ടാണ്. ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഓർ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഡെവലപ്മെൻറ്റ് ബാങ്ക്സിലെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ദെൻ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സും സെക്കൻഡ് ക്ലാസിഫിക്കേഷനിലെ സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്കും. ദെൻ ഓൾ ഇന്ത്യ ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൽ IFCI, ICICI, IDBI, SIDBI, IIBI, ദെൻ എക്സിം ബാങ്ക്, നബാർഡ്. ഇത്രയും ബാങ്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. നാഷണൽ ഹൗസിംഗ് ബാങ്ക്, the National Housing Bank was set up in July 1988 as an apex institution under the National Housing Bank Act 1987. 1987 നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് പ്രകാരം നിലവിൽ വന്നിരിക്കുന്ന ഒരു ബാങ്കാണ് ഇത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. The National Housing Bank was set up in July 1988. The bank is a wholly owned subsidiary of RBI. The bank is wholly owned subsidiary of the RBI. RBIയുടെ fully owned subsidiary ബാങ്കാണ് ഇത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. The bank is to operate as an apex institution to promote housing finance both at the local and regional levels and provide financial and other support to such institutions. അതായത് ഇപ്പോൾ നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഹൗസിംഗ് സെക്ടേഴ്സിന്, അതായത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു പാർപ്പിടം എന്ന് പറയുന്ന ഒരു അതിനാവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്നിരിക്കുന്ന ഒരു ബാങ്കാണ് ഇത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. അതിനാവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ അതിൻ്റെ ഒരു അപ്പെക്സ് ലെവൽ ബാങ്കാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊമോട്ട് ഹൗസിംഗ് ഫിനാൻസ് ബോത്ത് അറ്റ് ദ ലോക്കൽ ആൻഡ് റീജിയണൽ ലെവൽ, പ്രാദേശിക തലത്തിലും ദെൻ ലോക്കൽ ആൻഡ് റീജിയണൽ ലെവൽസ്, ആൻഡ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് അതർ സപ്പോർട്ട് ടു അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇത്തരം മേഖലകളിലേക്ക് ഫിനാൻസ് കൊടുക്കുന്ന മറ്റ് ഹൗസിംഗ് സെക്ടറിലേക്ക് ഹൗസിംഗ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും കൊടുക്കുകയും ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുകയും അതേസമയം തന്നെ ആവശ്യമായിട്ടുള്ള റീഫിനാൻസിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി RBIയുടെ ഓണർഷിപ്പിൽ തന്നെ നിലനിന്നിരിക്കുന്ന ഒരു സബ്സിഡിയറി ബാങ്കാണ് ഇത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. The following important functions of National Housing Bank. നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. Then first one is to promote and develop specialized housing finance institutions for mobilizing resources and supply of credit for house construction. To promote and develop specialized house finance institutions, അതായത് അത്തരം മേഖലകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കാനായിട്ട് ഹൗസിംഗ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യാം. അതായത് ഏതെങ്കിലും കമേഴ്ഷ്യൽ ബാങ്കുകൾ വഴിയോ കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴിയോ ഷെഡ്യൂൾഡ് ബാങ്ക്സ് വഴിയോ ഏതൊക്കെയാണോ അതിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുകയും അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുകയും അതേസമയം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഫോർ മൊബിലൈസിങ് റിസോഴ്സസ് ആൻഡ് സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ. മാത്രമല്ല അവരിലേക്ക് ഫിനാൻസ് ചാനലൈസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ കൂടെ ഇത് പെർഫോം ചെയ്യുന്നുണ്ട് നാഷണൽ ഹൗസിംഗ് ബാങ്ക്, NHB. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്ഡ് സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്ഡ് സ്പെഷ്യലൈസ്ഡ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ മൊബിലൈസിംഗ് റിസോഴ്സസ് ആൻഡ് സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ. ദെൻ സെക്കൻഡ് വൺ ഈസ് ആദ്യം പറഞ്ഞിരിക്കുന്ന ഇത്തരം ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. സെക്കൻഡ് വൺ ഈസ് to extend refinance facilities to housing finance institutions and to scheduled bank. Second point, to extend refinance facilities. ഒന്നുകൂടെ അവരുടെ റീഫിനാൻസിങ് ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യുക. To extend refinancing facilities to house finance institutions and to scheduled bank. അതായത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് വഴിയും റീഫിനാൻസ് ഫെസിലിറ്റീസ് extend ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് സ്പെഷ്യലൈസ്ഡ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെക്കൻഡ് വൺ ഈസ് ടു എക്സ്റ്റെൻഡ് റീഫിനാൻസ് ഫെസിലിറ്റീസ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടു ഷെഡ്യൂൾഡ് ബാങ്ക്സ്. Then third one is
to provide guarantee and underwriting facilities to housing finance institution. Third point, to provide guarantee offer to provide guarantee and underwriting facilities to housing finance institution. Housing finance institutions in finance available ആക്കാനായിട്ട് അത്തരം സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും ലെൻഡിങ് സോഴ്സസ് ഉണ്ടെങ്കിൽ അതിന് ഗ്യാരണ്ടി കൊടുക്കുകയോ അതേസമയം അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അണ്ടർ റൈറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുക. അണ്ടർ റൈറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഷെയർസുകളോ ഡിബഞ്ചേഴ്സുകളോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള മൂലധനം ഉറപ്പുവരുത്തുക. അതാണ് അണ്ടർ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. NHBയുടെ നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ പ്രത്യേകത എന്താണ്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഡയറക്റ്റ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഈസ് എ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ് ഈസ് എ wholly subsidiary of RBI. Then first function is promote and develop the other financial institutions to provide finance for housing construction. Housing construction ആവശ്യമായിട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണത്. Then next one is to extend refinancing facilities. റീഫിനാൻസിങ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് വഴിയോ കോപ്പറേറ്റീവ് ബാങ്ക്സ് വഴിയോ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയോ റീഫിനാൻസിങ്, അതായത് ഫണ്ട് ചാനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടു എക്സ്റ്റെൻഡ് റീഫിനാൻസിങ് ഫെസിലിറ്റീസ്, ഒന്നുകൂടെ റീഫിനാൻസിങ് ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യുക. The next one is to provide guarantee and underwriting facilities to housing financial institutions. അവിടെ നിങ്ങളെല്ലാം ആലോചിക്കേണ്ടത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർക്ക് അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള ഗ്യാരണ്ടീസോ അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് ആക്ടിവിറ്റീസോ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഷെയർസോ ഡിബഞ്ചേഴ്സോ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ കൂടെയുണ്ട്. ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ആൻഡ് അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റീസ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. Then fourth one is to formulate scheme for mobilization of resources and extension of credit for loans, especially for economically weaker section of the society. Fourth point, to formulate schemes for mobilization of resources and extension of credit for loans, especially economically weaker section of the society. ശരിക്കും താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. To formulate schemes for mobilization of resources and extension of credit for loans, especially for economically weaker section of the society. Then fifth point is to provide technical and administrative assistance to the housing finance institution and to coordinate with various agencies connected with housing. മാത്രമല്ല, then next point is to provide technical and administrative assistance. To provide technical and administrative assistance to the housing finance institutions. Housing finance institutionsന് ടെക്നിക്കൽ അസിസ്റ്റൻസോ അതുമല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസോ പ്രൊവൈഡ് ചെയ്യാം. To provide technical and administrative assistance to the housing finance institutions and coordinate with various agencies connected with the housing. And then last one is to provide advisory services to the central bank and state government, local authorities and other agencies on all matters concerning housing. അതിലെ ടു പ്രൊവൈഡ് അഡ്വൈസറീസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ തന്നെ ലാസ്റ്റ് പോയിന്റിൽ ടു പ്രൊവൈഡ് അഡ്വൈസറി സർവീസസ് ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ആവശ്യമായിട്ടുള്ള അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുകയും ആൻഡ് അതർ ഏജൻസീസ് ഓൺ ഓൾ മാറ്റേഴ്സ് കൺസേണിങ് ഹൗസിംഗ് അതിന് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ രീതിയിലാണ് ഹൗസ് കൺസ്ട്രക്ഷൻ വരേണ്ടത്, അല്ലെങ്കിൽ അതിന് എങ്ങനെയൊക്കെയാണ് അതിന് ഫണ്ട് മൊബിലൈസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അഡ്വൈസസ് ലോക്കൽ ബോഡീസിനും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒക്കെ അത് പ്രൊവൈഡ് ചെയ്യാം. സെയിം ടൈം മറ്റേതെങ്കിലും അതുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അത്തരം ഏജൻസീസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക, അഡ്വൈസസ് കൊടുക്കുക. ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് NHB. അപ്പോൾ ഓരോ അപ്പെക്സ് ബാങ്കിനും ഓരോ ഡെവലപ്മെന്റ് ബാങ്കിനും അതിൻ്റെതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സിഡ്ബി എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ ഒരു സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ദെൻ IDBI എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ IFCI എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്കാണ്. ICICI ഇൻവെസ്റ്റ്മെന്റ് ആൻഡ്
ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് കൊടുക്കുക, അതേസമയം ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ആണ്. നബാർഡ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദി അഗ്രികൾച്ചർ സെക്ടർ. ഇങ്ങനെ ഓരോ ബാങ്കുകൾക്കും, ഓരോ ഡെവലപ്മെന്റ് ബാങ്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ദെൻ ആ ഒബ്ജക്റ്റീവ്സിനനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ NHBയുടെ ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് 1988 നിലവിൽ വന്നിരിക്കുന്നത്. 1987 നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് പ്രകാരം RBIയുടെ കീഴിലെ സബ്സിഡിയറിയാണ്. RBIയുടെ സബ്സിഡിയറി ആയിട്ട് നിലവിൽ വന്നിരിക്കുന്ന ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് NHB എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫുള്ളി ഓൺഡ് സബ്സിഡിയറി ഓഫ് RBI. The bank is to operate as an apex institution and to promote housing finance. ഹൗസിംഗ് ഫിനാൻസ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്നിരിക്കുന്ന ബാങ്കാണ് ഇത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. RBIയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. Then what are the functions of National Housing Bank? Then first one is to promote and develop specialized housing finance institution for mobilizing resources and the supply of credit for house construction. And second one is to extend refinancing facilities to house finance institution and to scheduled banks. And then second point, to extend refinance facilities. Refinancing facilities ne onnukude extend cheya ennalladana. Third one, to provide guarantee and underwriting. Underwriting facilities adayithu financial institutions ne housing finance provide cheyna financial institutions ne endu kodukka underwriters aayittu pravartikka. To formulate schemes for mobilization of resources and extension of credit and loans. പിന്നെ അഡ്വൈസസ് കൊടുക്കുക, ടെക്നിക്കൽ അഡ്വൈസസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ദെൻ ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി. ദെൻ ക്യാപിറ്റൽ ആൻഡ് റിസോഴ്സസ്. ഈ NHBയുടെ ക്യാപിറ്റൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHB വാസ് സെറ്റപ്പ് വിത്ത് ദ ഇനീഷ്യൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 1000 crores entirely subscribed by the RBI. RBI മുഴുവൻ ഷെയർ ക്യാപിറ്റലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഫുള്ളി ഓൺഡ് സബ്സിഡിയറി ആയിട്ടാണ് ഇത് ആരംഭിച്ചിരിക്കണേ, NHB ആരംഭിച്ചിരിക്കണേ. ദ ഷെയർ ക്യാപിറ്റൽ വാസ് ഇൻക്രീസ്ഡ് ടു 150 crores in 1989 and to rupees 250 crores in March 1992. NHB can also issue debentures and bonds, borrow from central government. NHB also issued debentures and bond. Debenturesum bondsum ബോണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബോറോ ഫ്രം സെൻട്രൽ ഗവൺമെന്റ്, ആക്സെപ്റ്റ് ലോങ് ടൈം ലോൺ ആൻഡ് ഷോർട്ട് ടൈം അക്കോമഡേഷൻ ഫ്രം ദി RBI. മാത്രമല്ല ഷെയർസുകൾ, പിന്നെ അതുപോലെ തന്നെ ഇഷ്യൂഡ് ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്. ഡിബെഞ്ചേഴ്സും ബോണ്ട്സൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും, അതേപോലെ തന്നെ RBIയുടെ കീഴിൽ നിന്നൊക്കെ ലോങ് ടൈം ലോൺസുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ക്യാപിറ്റൽ റിസോഴ്സസ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ആൻഡ് അതർ റിസോഴ്സസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് NHB introduced a scheme called Home Loan Account Scheme 1989 to mobilize resources in cooperation with the scheduled bank. അതായത് ഷെഡ്യൂൾഡ് ബാങ്ക് വഴി ഒരു സ്കീം NHB ആവിഷ്കരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഹോം ലോൺ അക്കൗണ്ട്. NHB has formulated guidelines on the formation of housing finance companies in private and joint sectors. പ്രൈവറ്റ് സെക്ടേഴ്സിനും അതുപോലെ തന്നെ പബ്ലിക് സെക്ടേഴ്സിനും പ്രൈവറ്റ് ആൻഡ് ജോയിന്റ് സെക്ടേഴ്സിനും എല്ലാം ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. NHB has introduced its refinancing scheme for scheduled commercial banks. മാത്രമല്ല ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കുകൾ വഴിയും റീഫിനാൻസിങ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. scheduled commercial banks, cooperative banks, housing finance companies and apex cooperative housing finance societies. മാത്രമല്ല കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴിയോ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴിയോ അതുമല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക്സ് വഴിയോ കമേഴ്ഷ്യൽ ബാങ്ക്സ് വഴിയോ കോപ്പറേറ്റീവ് ബാങ്ക്സ് വഴിയോ ഒക്കെ എന്ത് കൊടുക്കുന്നുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടെ NHB പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൗസിംഗ് ഫിനാൻസ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഹൗസിംഗ് ഫിനാൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുന്ന ആവശ്യാനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹൗസിംഗ് സെക്ടറിലേക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് NHB എന്ന് പറയുന്നത്.
ഈ NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഡയറക്റ്റ് ഫിനാൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നില്ല എങ്കിൽ കൂടി റീഫിനാൻസിങ് ഫെസിലിറ്റീസിലൂടെയാണ്. റീഫിനാൻസിങ് എങ്ങനെയാണ് പറഞ്ഞത്? ചാനലൈസ് ദ ഫിനാൻസ് ടു കസ്റ്റമേഴ്സിന് ആ ഫണ്ട് ചാനലൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ NHB, അപ്പോൾ RBIയുടെ ഫുള്ളി ഓൺഡ് ആൻഡ് സബ്സിഡിയറി ബാങ്കാണ് ഇത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ കീഴിലുള്ള അതിന് താഴെ കമേഴ്ഷ്യൽ ബാങ്കുകളോ അതുമല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബാങ്കുകളായിരിക്കാം, അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആയിരിക്കാം. ഇത്തരം ബാങ്കുകളൊക്കെ ഇതിൽ നിന്ന് ലോൺ എടുക്കുകയും ദെൻ റീഫിനാൻസിങ് അത്തരം ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള ഫിനാൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ദെൻ റീഫിനാൻസിങ് ഫെസിലിറ്റീസിലൂടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഓഫ് ദി പ്രോസസ്സാണ്. ദെൻ അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് ആൻഡ് ഡെവലപ്ഡ് സ്പെഷ്യലൈസ്ഡ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്സ്റ്റെൻഡ് റീഫിനാൻസിങ് ഫെസിലിറ്റീസ്. പോയിന്റ്സ് നോക്കാം. എക്സ്റ്റെൻഡ് റീഫിനാൻസിങ് ഫെസിലിറ്റീസ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ആൻഡ് underwriting facilities to housing finance, to formulate a scheme for mobilization of resources and extension of credit for loans, especially for economically weaker section of the society. Then to provide technical and administrative assistance to the financial institutions. മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ടെക്നിക്കലി അസിസ്റ്റൻസോ ടെക്നിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ആണത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ ലാസ്റ്റിലെ to provide advisory services to the central and state government, local authorities and other agencies on all matters concerning housing. Then next one is capital resources. അതുകൂടെ പറഞ്ഞിട്ടുണ്ട്, എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ബാങ്കുകളിലൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് these are the functions of National Housing Bank. The next one is state level development banks. State level development banks. State level development banks mainly consist of state financial corporations and state industrial development corporations. Then first one is state financial corporations. State Financial Corporation Act was passed by the Parliament in 1951 with a view to providing financial assistance to small scale and medium scale industries concerned. The objectives of the corporation. അപ്പോൾ then ഇവിടെ നമുക്ക് നോക്കേണ്ടത് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്നതാണ്. ആദ്യം തന്നെ ഡെവലപ്മെന്റ് ബാങ്ക്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ദെൻ ഫസ്റ്റ് പാർട്ടിന് നമ്മൾ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്നോ അതായത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്നോ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്നോ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു. സെക്കൻഡ് പാർട്ടിനെ സ്റ്റേറ്റ് ലെവൽ ബാങ്ക്സ് എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലെ ഇൻഡസ്ട്രിയൽ ബാങ്ക്സിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? IFCI, ICICI, IDBI, SIDBI, IIBI, then Exim Bank, NABARD, Exim Bank, NABARD, and then next one is National Housing Bank. Exim Bank, NABARD and National Housing Bank. ഇതാണ് നമുക്ക് നാഷണൽ ലെവലിലുള്ള ബാങ്കുകളുടെ അപ്പെക്സ് ബാങ്കുകളുടെ ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ടാണ് അതിൽ ഏത്? സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. സ്റ്റേറ്റ് ലെവലിലെ നമ്മൾ അറിയപ്പെടുന്ന പോലെ എങ്ങനെ ഓരോ സംസ്ഥാനത്തിനും അത് ഡെവലപ്പ് ചെയ്യാനുള്ള ബാങ്ക്സുകളെയാണ് നമ്മൾ സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് സാധാരണയായി സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ആൻഡ് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ അതിൽ ഫസ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ. സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് വാസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഇൻ 1951. 1951 ഇൻഡിപെൻഡൻസിന് ശേഷം തന്നെ എന്ത് ആരംഭിച്ചിട്ടുണ്ട്? സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. with a view to providing financial assistance to small scale and medium scale industries concerned. അതായത് സ്റ്റേറ്റ് ലെവലിലെ മീഡിയം സ്കെയിൽ ആൻഡ് സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സ്റ്റേറ്റ് ലെവലിലുള്ള അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. 1951 സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്.
ദെൻ കേരളത്തിലെ ദെൻ ഹെഡ് ക്വാർട്ടേഴ്സ് വെളിയമ്പലം അറ്റ് തിരുവനന്തപുരമാണ് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. Then what are the main objectives behind the state financial corporation? State financial corporationsന്റെ ഒരു സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ പിറകിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് അച്ചീവ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് ഈസ് അച്ചീവ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ്, അതായത് ഇക്വാലിറ്റി, അതായത് റീജിയണൽ ഇംബാലൻസ്, അതായത് ഓരോ ഏരിയകളെയും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരു, ഇപ്പോൾ നമ്മൾ അർബൻ ഏരിയ, റൂറൽ ഏരിയ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അർബൻ ഏരിയയിൽ ഒരുപാട് തൊഴിലവസരങ്ങളും ഒരുപാട് ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാവുന്നു. റൂറൽ ഏരിയ പലപ്പോഴും അതെന്തായി കിടക്കുന്നു, തൊഴിലവസരങ്ങൾ വളരെ കുറവാണ്. അതേപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസമാണ്. ലിവിങ് സ്റ്റാൻഡേർഡ്, കോസ്റ്റ് ഓഫ് ലിവിങ് സ്റ്റാൻഡേർഡ് കമ്പാരിറ്റീവ്ലി ലോ ആണ്. ഇതൊക്കെ ഏത് അർബൻ ഏരിയയും അതുപോലെ തന്നെ റൂറൽ ഏരിയയും തമ്മിലുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ കീഴിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഈസ് അച്ചീവ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. അച്ചീവ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. റീജിയണൽ ഡെവലപ്മെൻറ്റ് ഒരു ബാലൻസിങ് സ്കീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ അച്ചീവ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ ദെൻ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസിലെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എന്താ, ടു പ്രൊവൈഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ, മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനെയും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയും പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെ സംസ്ഥാന തലത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു ബാങ്കാണ് ഇത് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. 1951 സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. What are the objectives behind the establishment of state financial corporation? Then first one is achieve balanced regional development. റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇല്ലാതെ തന്നെ അർബൻ ഏരിയയും റൂറൽ ഏരിയയും ഒരേ രീതിയിൽ നമ്മൾ എന്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, ഒരേ രീതിയിൽ ഒരു ബാലൻസ്ഡ് സ്ട്രക്ചറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അച്ചീവ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. The second point is to promote investment in small scale industrial sector. To promote investment in small scale industrial sector. Small scale industrial sector എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, ദെൻ മൈക്രോ യൂണിറ്റ്സ്, ദെൻ അത്തരം മേഖലകളിലൊക്കെ സെൽഫ് എംപ്ലോയിഡ് സ്കീം, അങ്ങനെ അത്തരം മേഖലകളിലൊക്കെ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഫിനാൻസ് പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ അതായത് ഡയറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാം. ദെൻ തേർഡ് പോയിന്റ് ഈസ് ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് particularly in rural and underdeveloped areas and it creates more employment opportunities. ഇവിടെ നമ്മളെ ഉദ്ദേശം തന്നെ എന്താണ്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ഉദ്ദേശം സോഷ്യലി എക്കണോമിക്കലി എല്ലാം അവിടെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. എല്ലാ രീതിയിലും അവിടെ എന്തായിരിക്കണം, എല്ലാ മേഖലകളെയും ഒരേപോലെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിന് നമ്മൾ സ്റ്റേറ്റ് ലെവൽ ക്ലാസിഫിക്കേഷനാണ്. സ്റ്റേറ്റ് ലെവൽ ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് സ്റ്റേറ്റ് ലെവലിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു ബാങ്കാണ് ഇത് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത് 1951 ദെൻ തിരുവനന്തപുരത്താണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. What are the main objectives behind the establishment of state financial corporation? Then first point is to achieve balanced regional development. Regional disparities ഇല്ലാതെ, അതായത് അർബൻ ഏരിയയോ റൂറൽ ഏരിയയോ എന്ന് പറയുന്ന ഡിസ്പാരിറ്റീസ് ഇല്ലാതെ. നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അർബൻ ഏരിയയിലായിരിക്കും, ഒന്നുകൂടെ ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഡിസ്പാരിറ്റീസ്. ദെൻ അവിടെ റൂറൽ ഏരിയയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ ലെവൽ വളരെ കുറവായിരിക്കും. കൾച്ചറലായാലും സോഷ്യലി എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ് ഇവിടെ റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ റൂറൽ ഏരിയാസിനെ പ്രൊമോട്ട് ചെയ്യുക, കണ്ടോ അവിടെ റീജിയണൽ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഫിനാൻസ് കൊടുക്കുന്നില്ല. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എല്ലാ അപ്പെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡയറക്റ്റ് ഫിനാൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നില്ല. ഒരു റൂറൽ ഏരിയയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ നമുക്ക് ലോൺ കിട്ടില്ല.
അല്ലെങ്കിൽ നമുക്കൊരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ഫിനാൻസ് നമുക്ക് അവിടെ നിന്ന് അവൈലബിൾ ആവില്ല. പക്ഷെ അത് നമുക്ക് കിട്ടുക എവിടെയാ? നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള കമേഴ്സ്യൽ ബാങ്കുകൾ വഴിയോ ഒക്കെയാണ് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആവുക. അപ്പോൾ അത്തരം ബാങ്കുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എവിടെ നിന്നാണ് കിട്ടുക? ഇത്തരത്തിലുള്ള അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ ആ രീതിയിലൊരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ. അപ്പോൾ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അച്ചീവ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ദെൻ സെക്കൻഡ് പോയിന്റിൽ പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്മോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് പർട്ടിക്കുലർലി ഇൻ റൂറൽ ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഏരിയാസ്. റൂറൽ ഏരിയാസിലും അതേപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് ഏരിയാസിനെയും പ്രൊമോട്ട് ചെയ്യുക. അവിടെ മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള തൊഴിൽ സാധ്യതകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്കറിയാം, ഒരു റൂറൽ ഏരിയയിൽ പോലും ഒരാൾ പോലും വെറുതെ ഇരിക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറി. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ ആയി, സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മൈക്രോ ഫിനാൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എല്ലാവരും ഒക്യുപ്പൈഡ് ആവുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറി. അതൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ആണ്, ഒരു എക്കണോമിക്കൽ ഇമ്പാക്റ്റ് ആണ്. അവിടെ ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് പർട്ടിക്കുലർലി ഇൻ റൂറൽ ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഏരിയാസ്. Then next one is widen the ownership base of industry in their respective states. Widen the ownership base of industry in their respective state. അവര് ഒരു ഇൻഡസ്ട്രീസ് തന്നെ widen the ownership base of industry in their respective state. ഓരോ സംസ്ഥാനത്തും ഒരു ഇൻഡസ്ട്രി തന്നെ ആരംഭിക്കുകയും അതേപോലെ ഓണർഷിപ്പ് ഓഫ് ബേസ് ഓഫ് ഇൻഡസ്ട്രി ഇൻ their respective state. ഇതൊക്കെയാണ്. Then there are 18 state financial corporation in India at present. ഇന്ത്യയിലെ 18 സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസ് ഇന്ന് നിലവിലുണ്ട്. ദീസ് ആർ ദി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ദീസ് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ബിഹൈൻഡ് ദ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ. അതിൻ്റെ പിറകിലുള്ള ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, then അതിലെ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് SIDCS, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്. അങ്ങനെയാണ് പറയുക, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്. The SIDCS were set up during 1960 and early 1970 under the Companies Act 1956 or as autonomous corporation. The main then അവിടെ നോക്കാം, SIDs were set up in during 1960. അപ്പോൾ ആദ്യം ആരംഭിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ലെവലിൽ ആരംഭിച്ചിരിക്കുന്ന ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷനാണ്. 1951 സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് ആരംഭിച്ചിരിക്കുന്നത് 1960 and 1970 എന്ന് പറയുന്ന കാലഘട്ടങ്ങളിലാണ് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് ആരംഭിച്ചിരിക്കുന്നത്. ദെൻ SIDCS were set up during the 1960 and 1970s under the Companies Act. കമ്പനീസ് ആക്ട് പ്രകാരം നിലവിൽ വന്നിരിക്കുന്ന സംരംഭമാണ് ഇത് SIDS എന്ന്. അപ്പോൾ കമ്പനീസ് ആക്ട് 19 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കമ്പനീസ് ആക്ട് 1956. ദെൻ ഇറ്റ് ഈസ് ആൻ ഓട്ടോണമസ് കോർപ്പറേഷൻ, സ്വമേധയാ നിലവിൽ വന്നിരിക്കുന്ന സംരംഭമാണ് ഇത്. SIDCS എന്ന് പറയുന്നത് സ്വമേധയാ ആരംഭിച്ചിരിക്കുന്ന ഒരു സംരംഭമാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് SIDCS ആർ, എന്തൊക്കെയാണ് ഈ SIDS, അതായത് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് പ്രൊവൈഡിങ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ബൈ വേ ഓഫ് ലോങ് ടൈം ലോൺസ്. അവിടെ ഫസ്റ്റ് നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ബൈ വേ ഓഫ് ലോങ് ടൈം ലോൺസ്. ദെൻ ഇവിടെ സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോങ് ടൈം ലോൺസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുകയും ലോങ് ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന വൺ ഓഫ് ദി ഒബ്ജക്റ്റാണ് ഇതിനുള്ളത്, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസിന് ഉള്ളത്. Then next one is underwriting and subscribing the shares and debentures issued by the companies. എല്ലായ്പ്പോഴും നമ്മൾ പറയാവുന്ന ഒരു പോയിന്റാണ്. ദെൻ അണ്ടർ റേറ്റിംഗ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഏരിയയുമായിട്ടത് റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അണ്ടർ റേറ്റിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ടു ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി.
കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസോ ഡിബഞ്ചേഴ്സിൻ്റെയോ അണ്ടർ റൈറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താ, അണ്ടർ റൈറ്റിംഗ് ആൻഡ് സബ്സ്ക്രൈബിങ് ടു ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി. കമ്പനീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസുകളോ ഡിബഞ്ചേഴ്സുകളോ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് കൂടെ ഇതിനുണ്ട്, SIDCSനുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദേ പ്രൊവൈഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ബൈ ദ വേ ഓഫ് ലോങ് ടേം ലോൺസ്. സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ആക്ടിംഗ് ആസ് ആൻ underwriter or underwriting and subscribing the shares and debentures issued by the companies. And third one is providing guarantees for the deferred payment to be made by the industrial unit. And third point നമ്മൾ എന്താ പറയുന്നത്, providing guarantee provide ചെയ്യാന്നുള്ളതാണ്. providing guarantees for the deferred payments to be made by the industrial unit. Industrial units create ചെയ്തിരിക്കുന്ന deferred payments-നെ എന്ത് ചെയ്യാം, providing guarantee provide ചെയ്യാന്നുള്ളതാണ്. Then fourth point is undertaking promotional activities such as preparation of feasibility report, industrial survey, entrepreneurship development and developing industrial estates, etc. പിന്നെ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അണ്ടർടേക്കിംഗ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുക എന്ന് പറയുന്നതിലെ ലൈക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. what is meant by ഫീസിബിലിറ്റി റിപ്പോർട്ട്? സാധ്യതാ പഠനത്തിനെയാണ് നമ്മളിത് പറയുക ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുക. ഒരു പ്രോജക്റ്റ് എത്രമാത്രം സക്സസ് ആവും, അതിൻ്റെ ഫീസിബിലിറ്റി, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഒരു ലോൺ നമുക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളതിനെ കണ്ടിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഏരിയാസ് എത്രയൊക്കെയാണ്, ഒരു 10 crore ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അതിന് റിട്ടേൺ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ ഏതിലൂടെയാണ് നോക്കുക, ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ടിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുക. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്ക് ആ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ അണ്ടർടേക്കിംഗ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ലൈക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫീസിബിലിറ്റി റിപ്പോർട്ട്, ഇൻഡസ്ട്രിയൽ സർവേസ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ദെൻ അവിടെ ഇൻഡസ്ട്രിയൽ സർവേസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. അതേസമയം എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, അത്തരത്തിലുള്ള സംരംഭങ്ങളെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്പിംഗ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിനൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദീസ് ആർ ദി പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ദ നെക്സ്റ്റ് വൺ ഈസ് setting up medium and large industrial projects in the joint sector in collaboration with private entrepreneurs. Then setting up medium and large industrial project. medium scale projectകളോ large scale projectകളോ ആരംഭിക്കാം in the joint sector in collaboration with private entrepreneurs. പ്രൈവറ്റ് എൻ്റർപ്രണേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള steps എടുക്കാം. അപ്പോൾ സെറ്റിംഗ് അപ്പ് മീഡിയം ആൻഡ് ലാർജ് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ഇൻ ദ ജോയിന്റ് സെക്ടർ ഇൻ കൊളാബറേഷൻ വിത്ത് പ്രൈവറ്റ് എൻ്റർപ്രണേഴ്സ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് അറ്റ് പ്രസന്റ് ദർ ആർ 28 സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓൾ ഓവർ ദി കൺട്രി. ഏകദേശം 28ഓളം സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് അറ്റ് പ്രസന്റ് ദർ ആർ 28 സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് എന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവാണ്. ദെൻ ഇവിടെ ലാസ്റ്റ് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്താ, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് ആരംഭിച്ചിരിക്കുന്നതിന് 1960, 1970 കാലഘട്ടങ്ങളിലായിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. 1956 കമ്പനീസ് ആക്ട് പ്രകാരം ഓട്ടോണമസ് കോർപ്പറേഷൻസ് ആയിട്ടാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് ആരംഭിച്ചിരിക്കുന്നത്. ദ മെയിൻ എയിം ഓഫ് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ടു പ്രൊവൈഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു industrial sectors by way of long-term loans and advances. Then providing financial assistance to medium and large-scale industries by the way of long-term loans, and SIDC acting as an underwriters. So underwriting and subscribing to the shares and debentures issued by the companies. Then third one is providing guarantees for the deferred payment to be made by the industrial unit.
undertaking promotional activities like preparation of feasibility report, industrial survey, entrepreneurship development programs, and developing industrial estate. And last one is setting up of medium and large scale industrial project in the joint sector. Then നമുക്ക് ഇനി കൺക്ലൂഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പറയാനുണ്ട്. Then what is different types of banks. Last topic, what are the different types of banks? Banks may be classified on the basis of function. Then first classification is commercial banks. First classification is on the basis of function, commercial banks. What are the important duties of commercial banks? Commercial banks is a financial institution. Commercial bank is a financial institution which accept short-term and medium-term loans. Commercial bank is a financial institution which accept short-term and which accept deposit and lending short-term and medium-term loans to the borrowers. അപ്പോൾ സാധാരണ രീതിയിൽ കമേഴ്സ്യൽ ബാങ്കുകൾ ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അത് ലോൺ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന വൺ ഓഫ് ദി ഒരു ആക്ടിവിറ്റിയാണ് കമേഴ്സ്യൽ ബാങ്കുകൾ ചെയ്യുന്നത്. മെയിൻ പർപ്പസ് ഓഫ് കമേഴ്സ്യൽ ബാങ്ക് ഈസ് ടു ക്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് ദെൻ കമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. കമേഴ്സ്യൽ ബാങ്ക്സ് ആക്ടിങ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ്. പണം കടം കൊടുക്കുന്നവരെയും പണം കടം വാങ്ങുന്നവരെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന വൺ ഓഫ് ദി ആക്ടിവിറ്റിയാണ്, ഫംഗ്ഷനാണ് കമേഴ്സ്യൽ ബാങ്കുകൾ പെർഫോം ചെയ്യുന്നത്. ഇനി കമേഴ്സ്യൽ ബാങ്കുകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമ്മൾ പഠിക്കും. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് മെന്റ് ബൈ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. Then industrial bank is also called as development banks. The main aim of industrial bank is to provide financial assistance to industrial sectors by the way of long-term loans or short-term loans, medium-term loans. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് 1976 for the public financial institution, 1975 ആയിട്ട് നമ്മളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ദീസ് ബാങ്ക്സ് ആക്സെപ്റ്റ് ലോങ് ടേം ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് ഗീവ് ലോങ് ടേം ലോൺസ് ടു ദ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. അവിടെ നിങ്ങൾ ഇത്രയും ആലോചിക്കേണ്ടതുള്ളൂ. ഈ ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബാങ്കുകളുണ്ട്. ഇൻഡസ്ട്രിയൽ ബാങ്കുകളുടെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി, അല്ലെ, ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുകയും സെയിം ടൈം ഇത്തരം സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഡയറക്റ്റ് ഫിനാൻസിങ് അല്ല, എല്ലാത്തിലും നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് റീഫിനാൻസിങ് ഫെസിലിറ്റീസ് എന്നുള്ളതാണ്. ഡയറക്റ്റ് ഫിനാൻസിങ് അല്ല, റീഫിനാൻസിങ് ഫെസിലിറ്റീസ് ആണ്. ദെൻ വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സിനെ തന്നെ നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് ഓൾ ഇന്ത്യ ലെവൽ നാഷണൽ ലെവൽ ബാങ്ക്സുകൾ ഉണ്ടായിരിക്കാം, അതേസമയം തന്നെ സ്റ്റേറ്റ് ലെവൽ ബാങ്ക്സും ഉണ്ടായിരിക്കാം. ദെൻ ഓൾ ഇന്ത്യ ബാങ്ക്സ് എന്ന് പറയുന്നത് നാഷണൽ ലെവൽ ബാങ്ക്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് വൺ ഈസ് IFCI, ICICI, IDBI, SIDBI, then IIBI, Exim Bank, NABARD and NHB. These are the examples or these are the different types of development banks. ഈ ഓരോ ബാങ്കുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിന്, ഇല്ലേ. ഫസ്റ്റ് നമ്മൾ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ 1951 കുറിച്ച് പഠിച്ചു. സെക്കൻഡ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ICICI ആണ്. ICICI ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ ഈസ് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1964 IDBI ആരംഭിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആണ് മെയിൻ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് SIDBI. 1980 ആരംഭിച്ചിരിക്കുന്ന ഒരു ബാങ്കാണ് ഇത്. SIDBI എന്ന് പറയുന്നത് ഫുള്ളി സബ്സിഡിയറി ഓഫ് IDBI. IDBIയുടെ സബ്സിഡിയറി ബാങ്കായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്, SIDBI ചെയ്യുന്നത്. Then next one is IIBI, Industrial Investment Bank of India. Industrial Investment Bank of India, 100% investment occupied by the RBI and the Government of India. Then next one is IBI പറഞ്ഞു. Then അതിനുശേഷം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് IBIക്ക് ശേഷം നെക്സ്റ്റ് ടോപ്പിക് നബാർഡാണ്. അപ്പോൾ ഈ ഓരോ സെക്ടറിൽ നോക്കിയാൽ നമുക്കറിയാം ഇത് ഹൗസിംഗ് ബാങ്കാണ്. നബാർഡ് എന്ന് പറയുമ്പോൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്.
അഗ്രികൾച്ചർ സെക്ടറിനെയും റൂറൽ സെക്ടേഴ്സിനെയും ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു ബാങ്കാണ് ഇത് നബാർഡ് എന്ന് പറയുന്നത്. നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, നബാർഡ്. ദെൻ ആ നബാർഡിന്റെ ഫെസിലിറ്റീസ്, നബാർഡിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ 3 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ക്രെഡിറ്റ് ഫംഗ്ഷൻ, ഡെവലപ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് പ്രൊമോഷൻ ഫംഗ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ദെൻ നബാർഡിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അതിൽ നബാർഡിന്റെ ഫംഗ്ഷൻസ് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നബാർഡ് കഴിഞ്ഞ് എക്സിം ബാങ്ക്സ് ആണ്. എക്സിം ബാങ്കിൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് മേഖലകളെയും അതേപോലെ തന്നെ ഇമ്പോർട്ട് മേഖലകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ബാങ്ക്സാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സിം ബാങ്ക്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നബാർഡ്, ദെൻ അതിൻ്റെ വർക്കിംഗ് ഇതെല്ലാം പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു പ്രൊമോട്ട് ഹൗസിംഗ് സെക്ടേഴ്സ്. ഹൗസിംഗ് സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആ മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്, NHB. ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ തന്നിരിക്കുന്നത് സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെന്റ് ബാങ്ക്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതേസമയം തന്നെ സ്റ്റേറ്റ് ലെവൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻസും. സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയും മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻസിൽ അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻസ് ടു long-term investor to industrial sectors. The SIDCOs were set up in during 1960 and 1970 കാലഘട്ടങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന ബാങ്ക്സുകളെയാണ് നമ്മൾ എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ ഡെവലപ്മെന്റ് ബാങ്ക്സിനെ കുറിച്ച് നന്നായിട്ട് വായിച്ചു നോക്കുക. ഈ ഒരു ചാർട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അതിനുശേഷം ഓരോ ബാങ്കുകളും അതിൻ്റെ ഹെഡ് ഓഫീസ്, ഇയർ, ഫങ്ഷൻസ്, ക്യാപിറ്റൽ, പിന്നെ വർക്കിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത്രയും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.